നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഡെയിലി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് സമ്മതിക്കും? അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം നമ്മുടെ എല്ലാം മനസ്സിൽ ഉറപ്പായിട്ടും വരും. ശരിക്കും ഇങ്ങനൊരു കമൻറ്റ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഈ ഒരു കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് സോണി ജോൺ 5781 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എന്നും വണ്ടി കഴുകുക, നല്ല മൈലേജ് കിട്ടും. ഓക്കെ, ഈ കമൻറ്റിൽ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്കകത്തുള്ളൊരു കമൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ വീഡിയോയുടെ തംബ്നെയിൽ ഇങ്ങനെയാണ്: ഇനി ഉറപ്പായും മൈലേജ് കൂടുതൽ കിട്ടും, ബെസ്റ്റ് ടിപ്പ് ഫോർ ഫ്യൂൽ എഫിഷ്യൻസി. ഇങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 ലക്ഷം പേരടുത്ത് കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്നതിനെ കുറിച്ചാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കളിയായിട്ടാണോ സീരിയസ് ആയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ പറയുന്ന പോലെ വാഹനം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കിട്ടുമെന്ന് പറയുന്നത്, പക്ഷേ ഞാൻ അതിലോട് യോജിക്കുന്നുണ്ട്. കളിയായിട്ട് എടുക്കാം. ഇപ്പം ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം തോന്നുമായിരിക്കും, ഇവരെന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്. ഞാൻ ഒരു കാരണവശാലും കളിയാക്കിയതല്ല. വാഹനം വാഷ് ചെയ്ത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് മൈലേജ് കൂടുതൽ കിട്ടും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൽ പല പോർഷനുകളിൽ, അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ടയേഴ്സിലാണെങ്കിലും സസ്പെൻഷൻ്റെ പോർഷനിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ വർക്കിംഗ് പ്രോപ്പർ ആകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വാഷിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ എല്ലാം വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കും. ഇത് വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. കാരണം ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് കുറച്ച് കുറവാണെങ്കിൽ പോലും പണ്ടൊക്കെ ഡെയിലി വാഹനം വാഷ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ഇവന് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. അന്ന് ജോലി കഴിഞ്ഞിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ശരിക്കും ഞാൻ വാഹനം ഡെയിലി വാഷ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നല്ല രീതിക്ക് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതുകൊണ്ട് അത് കാണുന്ന എല്ലാവരും തന്നെ ചോദിക്കുന്നൊരു കാര്യമാണ്, പുതിയ വാഹനമാണോ എന്ന്. ശരിക്കും നമ്മളൊരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും ഒരു 2 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതും പ്രോപ്പറായിട്ടുള്ള രീതിക്ക്, അതായത് കാർ വാഷോ അല്ലെങ്കിൽ ആ വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് തന്നെ യൂസ് ചെയ്ത് നമ്മൾ ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വാഹനം നല്ല രീതിക്ക്, അതായത് എന്നും പുതിയതുപോലെ തന്നെ ഇരിക്കും. ഒരു കാരണവശാലും പോളിഷിങ് പോലും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ. ഡെയിലി വാഷ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരവാണ് ഞാൻ ഈ പറയുന്നത്. കാർ ഷാമ്പു യൂസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾ വാഷ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല. വാഹനം നല്ല മെയിൻറ്റെയിൻഡ് ആയിരിക്കും. വാഷിങ് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും വെള്ളം തുടച്ച് നല്ല വൃത്തിയാക്കി ഈ വാഹനം വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു സ്പോട്ട് പോലും നമ്മുടെ വാഹനത്തിൽ വരുന്നതായിരിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മൈലേജ് കിട്ടുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിട്ടാൻ സാധ്യതയുണ്ടെന്നല്ലാതെ ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന ആൾക്ക് ഉറപ്പായിട്ടും മൈലേജ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അത് മൈലേജ് കിട്ടുന്ന വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. 500 രൂപയ്ക്ക് ഞാൻ ഫ്യൂൽ അടിച്ചാലും 3000 രൂപയ്ക്ക് അടിച്ചാലും കയറുന്ന ക്വാണ്ടിറ്റി സെയിം തന്നെയല്ലേ? ഉറപ്പായിട്ടും കയറുന്ന ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്. പക്ഷേ ഓരോ തവണ നമ്മളിത് അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ കുറച്ചായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നുള്ള ഫ്യൂൽ ആവിയായി പോകുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനകത്തുണ്ട്. കൺസീൽഡ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ മൈലേജ് വാഹനത്തിന് കിട്ടുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മൈലേജ് കിട്ടുന്നതായിരിക്കും. കാരണം ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത് നോക്കി മനസ്സിലാക്കി എനിക്ക് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്.